രാവിലെ കൈ മുറിഞ്ഞിട്ട് വൈകുന്നേരം വരെ ഞാൻ പിടിച്ചു നിന്ന് കേട്ടോ. അത് ഉണങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. വൈകുന്നേരം ആയപ്പോഴത്തേന് എൻ്റെ എല്ല് മുതൽ വേദനിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ മനസ്സോടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. പോകുന്ന വഴി അപ്പുക്കുട്ടനെ സൂചേച്ചിയുടെ അടുത്ത് പഠിപ്പിക്കാൻ വിടാന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അവൻ കുറച്ച് ദിവസമായി ട്യൂഷൻ കള്ളനായിട്ട് ഇരിക്കുന്നു. ഞാനിനി ഒന്നും പറയുന്നില്ല, അങ്ങോട്ട്. ക്രിസ്മസിന്റെ വെക്കേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് നാളെ പോവാം എന്നുള്ള രാമനാമം കേട്ടോ ജപിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവനെ അവിടെ ഇറക്കിയിട്ട് അമ്മ എന്റെ കൂടെ കയറി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ രാവിലെ കൊണ്ട് ചെന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റിച്ച് ഇട്ടേനെ. പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേന് സമയം കടന്നു പോയോണ്ട് മാത്രം എനിക്ക് സ്റ്റിച്ച് വീണിട്ടില്ല കേട്ടോ. പിന്നെ ബ്ലഡ് ക്ലോട്ട് ആയിട്ടിരിക്കുന്ന മൊത്തം തുടയ്ക്കുന്നതിന്റെ അംഗമായിരുന്നു ഇവിടെ കാണുന്നത്. ഞാൻ അങ്ങ് ഈ ലോകവും പരലോകവും അങ്ങ് സ്വർലോകവും കണ്ടു കേട്ടോ. ആ ഒരു സമയം കൊണ്ട് അവസാനം നേഴ്സ് ആന്റി തുടയ്ക്കുന്നത് ശരിയല്ല, ഞാൻ തുടയ്ക്കാന്ന് വിചാരിച്ചിട്ട് പഞ്ഞി വാങ്ങിച്ചിട്ട് ഞാൻ തുടച്ചിട്ട് ഇത് മതി എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അയ്യോ പിന്നെ ഞാൻ ഇനി ഒച്ചത്തിൽ കേൾപ്പിച്ച് തരാം. കഴിഞ്ഞു ഡോക്ടറെ ഒന്നും പറഞ്ഞില്ല, അങ്ങോട്ട് കാണിക്കാൻ പറഞ്ഞു. ടീറ്റി എടുക്കണം. മുത്തുകൂടെയും ചൂടി കിരീടം വെച്ചിരിക്കുക. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഐസ് പോലെ തണുത്ത് വിറച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നാണ് എനിക്ക് മൂട്ടിൽ നിന്ന് ചൂടൊക്കെ കിട്ടി തുടങ്ങിയത്. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മുണ്ടുങ്ങ് ആഹാരം കഴിക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് വിശന്നിട്ട് പണ്ടാറടങ്ങുമായിരുന്നു. അത്രയും നേരം വേദന ഉണ്ടായതുകൊണ്ട് എനിക്ക് വിശപ്പെന്നുള്ള സാധനം ഉള്ളിലോട്ട് വന്നിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. എന്തായാലും 2-3 ദിവസം ഞാൻ തദാസ്തു മഴത്തുള്ളി തിലക്കത്തിൽ ഇതിനീപ്പ് പൂച്ചക്കടലിട്ട് തിന്നുന്ന പോലെ ഞാൻ കൈയും വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.